സൂട്ടോപ്പിയ 1-ൽ മേയർ ബെൽവെദറിന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചടുക്കിയ ശേഷം നമ്മുടെ ജൂഡിയും നിക്കും ഇപ്പോ സൂപ്പർ സ്റ്റാർസ് പോലെയാണ്. സൂട്ടോപ്പിയ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ബെസ്റ്റ് ടീം എന്നാണ് ഇവരിപ്പോ അറിയപ്പെടുന്നത്. കുറെ ഫാൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇതൊരു മുയലും കുറുക്കനും ആയത് കാരണം അവർക്ക് ചെറിയ ചില വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അവരത് അഡ്ജസ്റ്റ് ചെയ്ത് വരികയാണെന്ന് മാത്രം. സൂട്ടോപ്പിയയില് ഇപ്പൊ ഒരു പുതിയ മേയർ ഉണ്ട്, കുതിരയായിട്ടുള്ള ബ്രയാൻ. എന്നാ നമ്മുടെ ഡിഫറൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഡിഫറൻസ് കൊണ്ട് ഏറ്റവും കൂടുതൽ പെടാപ്പാട് പെടുന്നത് നമ്മുടെ സൂട്ടോപ്പിയ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. നമ്മുടെ ജൂഡിക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചുറുചുറുക്കോടെ അപ്പപ്പ ചെയ്യണം. നിക്കാണെങ്കിൽ പിന്നെ ആവട്ടെ എന്ന മട്ടിലാണ്. ഇപ്പൊ ഒരു കേസിന്റെ കാര്യം അവരുടെ അടുത്ത് പറഞ്ഞിട്ട് കൂടിയില്ല. അതിനു മുമ്പേ അവര് അന്വേഷിക്കാനായിട്ട് പോയിരിക്കുകയാണ്. ഒരു റിംഗ് മിസ്സിംഗ് കേസ്. പോർട്ടില്, അതായത് തുറമുഖത്ത് ഒരു ഓഫീസർ ഉണ്ട്. അപ്പൊ പുള്ളി ഇല്ലീഗൽ ആയിട്ട് ഡയമണ്ട് ഒക്കെ തന്നെ കടത്തുന്നു എന്നാണ് ഇപ്പൊ ഒരു അന്വേഷണം വന്നിരിക്കുന്നത്. അവിടേക്ക് വേഷം മാറിപ്പോയി ഈ ഒരു ബോബ് എന്ന് പറയുന്ന ക്രിമിനലിനെ പിടിക്കാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊരു കൊച്ചുണ്ട്, അതിന്റെ ബർത്ത്ഡേ പാർട്ടി ഇവിടെ വെച്ച് ആഘോഷിക്കണം എന്നെല്ലാം കള്ളത്തരം പറഞ്ഞാണ് അവരവിടെ നിൽക്കുന്നത്. എന്നിട്ട് ബോബിന്റെ ശ്രദ്ധ തിരിച്ച് അവൻ ഇല്ലീഗലായി വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. പക്ഷേ ഈ വന്നിരിക്കുന്നത് പോലീസുമാരാണെന്ന് മനസ്സിലാക്കി ബോബ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോവാണ്. ഇവരിവിടെ എത്തി ബോബ് അവിടെ നിന്ന് ഓടി എന്ന് മനസ്സിലാക്കിയിട്ടുള്ള സൂട്ടോപ്പിയ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ബാക്കി ടീമുകളൊക്കെ തന്നെ ബോബിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. ബോബിന്റെ പിറകെ ഒരു വണ്ടിയിൽ ഇവര്, പല വണ്ടിയിലായിട്ട് പല ടീമുകളും ഉണ്ടായിരുന്നു. ശരിക്കും ചേസ് ചെയ്ത് അവനെ പുറത്ത് ചാടിച്ചത് ഇവരാണെങ്കിലും പക്ഷെ അവസാനം ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് പോലീസ് സീബ്ര ടീമിനാണ്. പക്ഷെ ആ ഒരു ക്രൈം സ്പോട്ടിൽ നിന്ന് നമ്മുടെ ജൂഡിക്ക് ഒരു പാമ്പിന്റെ പടം പൊഴിഞ്ഞത് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ചീഫ് ബോഗ് ഇവർ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾക്കൊരു ഒത്തൊരുമ വേണ്ടേ? എന്നാൽ ഞങ്ങളാണ് അവനെ കണ്ടുപിടിച്ചതെന്ന് ഇവർ പറഞ്ഞെങ്കിലും അല്ല, അത് സീബ്ര ടീമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചീഫ് ഇവരെ വീണ്ടും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പേഴ്സണലി ചീഫിന് നമ്മുടെ ജൂഡിയുടെ അടുത്തൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. കാരണം അവൾക്ക് ഭയങ്കര ബുദ്ധി ഉണ്ടെന്ന് പുള്ളിക്ക് അറിയായിരുന്നു. എന്നാലും എല്ലാ ടീമിന്റെ മുന്നിൽ വെച്ചിട്ടും ഇവളുടെ അടുത്ത് നല്ലപോലെ സംസാരിക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബോഗ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഡിഫറൻസ് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നിങ്ങളൊരു കൗൺസിലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്യണമെന്ന്. എന്നാൽ ജൂഡി ആ ഒരു പാമ്പിന്റെ പടം പൊഴിഞ്ഞതിനെ പറ്റി ഇവരുടെ അടുത്ത് പറയുമ്പോൾ ഇവരാരും അത് വിശ്വസിക്കുന്നില്ല. ഇത് ഇത്ര കാര്യമായിട്ട് ജൂഡി എടുക്കുന്നതിനുള്ള റീസൺ സൂട്ടോപ്പിയയില് പാമ്പുകൾ ഉണ്ടായിരുന്നില്ല. എന്തായാലും ചീഫ് പറഞ്ഞതുപോലെ ഇവർ ആ കൗൺസിലിംഗ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. ഈ കൗൺസിലിംഗിന് ഒരുപാട് ടീമുകൾ വന്നിട്ടുണ്ട്. അജഗജാന്തരം വ്യത്യാസമുള്ള 2 ടീംമേറ്റ്സ് ആണ് ഓരോ ടീമിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ജൂഡിക്കും നിക്കിനും അത്രയ്ക്ക് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവരുടെ സ്വഭാവത്തെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടുത്തെ ഓരോ ടീംമേറ്റ്സിന്റെ കാര്യമൊക്കെ കാണുമ്പോൾ നമ്മുടെ ജൂഡിയും നിക്കും നമ്മളെന്തായാലും ഇങ്ങനെ അല്ലല്ലോ, ഭാഗ്യം എന്ന് പറയുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. ഇവർക്ക് ഇപ്പോ വീട്ടിൽ പോകുമ്പോൾ 2 ബുക്കുകൾ കൊടുത്തു വിട്ടിരിക്കുകയാണ്, ഇത് പഠിച്ചിട്ട് നാളെ വരണം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ നമ്മുടെ ജൂഡിയുടെ മനസ്സിൽ നിറയെ സൂട്ടോപ്പിയയിൽ എങ്ങനെയാണ് പാമ്പിന്റെ പടം വന്നേ എന്നതാണ്. അതായത് പാമ്പിന്റെ ആ പുറത്തുള്ള തൊലി വന്നത് എന്നാണ്. നിക്കാണെങ്കിൽ ആ കൊടുത്ത ബുക്കൊന്നും വായിക്കാതെ ഇരുന്ന് സിനിമയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ ഫുൾ ഇങ്ങനെ ഒരു ലേസി ഫെലോ ആണ് കേട്ടോ. റൂമിലെത്തിയ ജൂഡിക്ക് വീട്ടിൽ നിന്ന് കോള് വരുന്നുണ്ട്. അവള് വിളിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും അവളുടെ മൈൻഡ് നിറയെ ഈ ഒരു കാര്യമാണ്. ന്യൂസിന്റെ ഇടയിൽ അവളൊരു കാര്യം കേൾക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സൂട്ടോപ്പിയ ഫൗണ്ട് ചെയ്തിട്ട് 100 വർഷമായിരിക്കുകയാണ്. അതിന്റെ ആഘോഷം നടക്കാൻ പോകുന്നുണ്ട്. സോ ആ സമയത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള ആൽബം അവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ആൽബത്തിനകത്ത് നമ്മുടെ സൂട്ടോപ്പിയയെ പറ്റിയിട്ടുള്ള ഹിസ്റ്ററി ഫുള്ളുണ്ട്. സോ അവൾക്ക് ഇങ്ങനെ ഡൗട്ട് വരികയാണ്, ആ ഒരു ആൽബത്തിനകത്ത് റെപ്റ്റൈൽസിനെ പറ്റിയിട്ടുണ്ട് എങ്കിൽ അവിടേക്ക് റെപ്റ്റൈൽ വരുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു സ്നേക്കിന്റെ പടം കാണാൻ റീസൺ ഈ ഒരു സ്നേക്ക് ചിലപ്പോൾ ആ ഒരു ആൽബം എടുക്കാൻ വേണ്ടി ഇന്ന് നടക്കാൻ പോകുന്ന ആ പാർട്ടിയിലേക്ക് വരുന്നതാണെങ്കിലോ, അല്ലെങ്കിൽ എങ്ങനെയാണ് സൂട്ടോപ്പിയയില് ഇപ്പൊ ഈ പാമ്പിനെ കാണുന്നത്? ഇക്കാര്യം നമ്മുടെ നിക്കിന്റെ അടുത്ത് ജൂഡി പോയി പറയാണ്, ഇന്ന് ആ ഒരു പരിപാടിക്ക് നമ്മൾ പോകണം, കാരണം അവിടെ ഇന്നൊരു പാമ്പ് വരും, അവിടെ അത്ര പ്രീഷ്യസ് ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ആ ആൽബം ആ പാമ്പ് കൊണ്ടുപോകും. ആ പാമ്പ് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ സൂട്ടോപ്പിയയുടെ തന്നെ പല കാര്യങ്ങളും, വലിയൊരു നിയമത്തിന്റെ സിസ്റ്റം തന്നെ തകരും എന്നെല്ലാം പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ നമ്മുടെ ജൂഡി നിക്കും ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. അവിടെ ആഘോഷ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മേയറൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടേക്ക് അങ്ങനെ അങ്ങ് ചുമ്മാ കയറി ചെല്ലാനായിട്ട് പറ്റില്ലല്ലോ. ഒരു വലിയ ഫംഗ്ഷൻ നടക്കുവാണ്. അപ്പോ നമുക്ക് ഡ്രസ്സൊക്കെ മാറണം, ഞാൻ അതിനു വേണ്ടി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ജൂഡി
ജൂഡി നിക്കിനും കൂടി ഒരു കോട്ട് സൂട്ടൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവളും നല്ല മനോഹരമായ ഒരു ഫ്രോക്ക് ഒക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് വരുന്നത്. ഇവളെ കാണുമ്പോൾ നമ്മുടെ നിക്കിന് ചെറുതായിട്ടൊരു ക്രഷ് അടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കാണാൻ ഒരു കപ്പിൾസ് പോലെയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജൂഡി അത് വലിയ മൈൻഡ് കൊടുക്കുന്നില്ല. നമ്മൾ എന്തിനാണോ വന്നത് അത് ഫോക്കസ് ചെയ്യണം, ഇവിടെ എവിടെയെങ്കിലും ആ പാമ്പ് കാണും, അത് ഒളിച്ചിരിക്കായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ടാണ് നമ്മുടെ ജൂഡി ഒരു ഡിറ്റക്റ്റീവ് മൈൻഡിലാണ് അകത്തോട്ട് കയറി പോകുന്നത്. സോ സൂട്ടോപ്പിയയെ പറ്റി പറയാം. സൂട്ടോപ്പിയക്ക് ഒരു ഫൗണ്ടർ ഉണ്ട്, എബനേസർ ലിൻസ്ലി എന്നാണ് അയാളുടെ പേര്. സോ ആ ഫൗണ്ടറിന്റെ ഫാമിലി ആയ ലിൻസ്ലി ഫാമിലിയാണ് ശരിക്കും ഈ സൂട്ടോപ്പിയയിലെ വലിയ ആൾക്കാര്. നമ്മുടെ ജൂഡി അവിടെ വെച്ച് ഈ ലിൻസ്ലി ഫാമിലിയിലെ ഏറ്റവും ഇളയ മകനായിട്ടുള്ള പോപ്പേർട്ടിനെ പരിചയപ്പെടുന്നുണ്ട്. പക്ഷെ ഈ പോപ്പേർട്ട് ഭയങ്കര ലേസി ആയിട്ടുള്ള ഒരു കഴിവില്ലാത്തവനായതുകൊണ്ട് ആ ഫാമിലിയിലെ ആരും തന്നെ അവനെ അംഗീകരിക്കുന്നില്ല. ഇത്രയും നേരം ജൂഡി പറഞ്ഞത് വിശ്വസിക്കാത്ത നിക്കിനും അവിടെ വെച്ച് പാമ്പിന്റെ പടം കാണുന്നുണ്ട്. സോ അത് കണ്ട് ആ സ്കിന്ന് കണ്ട് നമ്മുടെ ജൂഡിയുടെ അടുത്ത് നിക്ക് ഇത് പറയുമ്പോഴേക്കും ഒരു പാമ്പ് വന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന പ്രകാശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ആൽബം എടുത്തോണ്ട് പോവാണ്. ഇതിന്റെ പിറകെ നമ്മുടെ ജൂഡിയും ഓടി പോകുന്നുണ്ട്. പക്ഷെ നിക്കിനെ അപ്പോഴേക്ക് നീ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ചീഫ് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ജൂഡി അങ്ങനെ ഈ പാമ്പിന്റെ പിറകെ പോയി നോക്കുമ്പോൾ ഈ പാമ്പ് ലിൻസ്ലി ഫാമിലിയിലെ ഇപ്പൊ ഏറ്റവും മൂത്ത ആളായ മിൽട്ടനെയും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഈ പാമ്പ് നമ്മുടെ ജൂഡിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്നെ നീ തെറ്റിദ്ധരിക്കല്ലേ, ഈ ഒരു ആൽബം എന്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് എന്റെ ഫാമിലിയെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ, ഞങ്ങളല്ല പ്രശ്നക്കാര്, ഈ ലിൻസ്ലി ഫാമിലിയാണെന്ന് പറഞ്ഞപ്പോഴേക്ക് ആ മിൽട്ടൺ ഇതിന്റെ തലക്കടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലീസുമാരോട് പാമ്പിനെ പിടിച്ചുകൊണ്ട് പോകാൻ പറയാണ്. അറിയാതെ ഈ പാമ്പ് നമ്മുടെ ചീഫിനെ അറിയാതെ ഒന്ന് കൊത്തുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഈ പാമ്പ് പാവാന്ന് മനസ്സിലായ ജൂഡി നിക്കും ഇതിനെ നേരെ താഴോട്ട് എറിഞ്ഞു. അന്നേരം ഈ പാമ്പിന്റെ ഏതൊരു ഹെൽപ്പർ അതിനെ വന്ന് വിളിച്ചുകൊണ്ട് പോയി നമ്മുടെ ജൂഡിയെയും നിക്കിനെയും ഇപ്പൊ പാമ്പിനെ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിലവിൽ റെപ്റ്റൈൽസിനെ കാണാൻ സാധിക്കുന്ന മാർഷ് മാർക്കറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. ഇവിടെയാണ് ഇപ്പൊ റെപ്റ്റൈൽസ് ഉള്ളത്, വേറെ എവിടെയും സൂട്ടോപ്പിയയിൽ വരെ കാണാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാനായിട്ട് ജീസസ് എന്ന് പേരുള്ള ഒരു പല്ലി ഇവിടെയുണ്ട്, അവനെ കൊണ്ട് സാധിക്കായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് നിബിന്റെ പരിചയത്തില് അവിടെ ഒരു സീ ലൈൻ ഉണ്ടായിരുന്നു. അപ്പോ അവന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അവിടെ ഒരു വലിയൊരു ഷിപ്പ് ഉണ്ട്, അത് മറഞ്ഞു കിടക്കാണ്, അതിനകത്തൊരു ബാറുണ്ട്, അവിടെ കൂട്ടിക്കൊണ്ടുപോവാണ്. പക്ഷേ പോലീസ് ഇവരുടെ പിറകെ തന്നെ വരുന്നുണ്ടായിരുന്നു. കാരണം ജൂഡി നിക്ക് ഇപ്പൊ പിടികിട്ടാ പുള്ളികളാണല്ലോ. നമ്മുടെ നിക്കിന് ഒരു പ്രധാന പണിയുണ്ട്, ജൂഡിയെ ചുമ്മാ ചൊറിഞ്ഞോണ്ടിരിക്കും. അവൾ എന്തെങ്കിലും കാര്യം ജീനിയസ് ആയി ആലോചിച്ച് പറഞ്ഞ അപ്പം കയറി ചൊറിയും. നിബ് വരെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ ഒരു ടീമായി എന്ന്. അങ്ങനെ ആ ബാറിലേക്ക് ഇവർ എത്തിയിരിക്കുകയാണ്. അവിടെ ജീസസ് എന്ന് പറയുന്ന പള്ളിയുടെ അടുത്ത് ഇവര് സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ പോയിട്ട് നമ്മുടെ ജൂഡി അവള് കണ്ടുപിടിച്ച കാര്യങ്ങള്, അതായത് പാമ്പുകൾ എന്തുകൊണ്ടാണ് സൂട്ടോപ്പിയയിൽ ഇല്ലാത്തത്, അവര് ശരിക്ക് അവിടെ ഉള്ളതാണോ, എനിക്ക് ആ പാമ്പ് പറയുന്നത് കേട്ടത് പാവാണെന്ന് തോന്നി, ശരിക്കും എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും പാമ്പുകള് അല്ലെങ്കിൽ ഞങ്ങൾ റെപ്റ്റൈൽസ് എല്ലാം ഈ സൂട്ടോപ്പിയയിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ആ ലിൻസ്ലി ഫാമിലി അവരാണ് ഞങ്ങളെ എല്ലാം ഇവിടുന്ന് തുരത്തി ഓടിച്ചത്. ഇപ്പൊ ഇവിടെ ഒരു തുന്ദ്ര റീജിയൻ ഉണ്ട്, അതായത് ഒരു തണുപ്പ് പ്രദേശം. ആ ഒരു പ്രദേശം വികസിപ്പിക്കാൻ പോവാണ്. അങ്ങനെ വികസിപ്പിച്ച് കഴിയുമ്പോൾ ഈ റെപ്റ്റൈൽസ് ഇപ്പൊ ഈ ജീവിക്കുന്ന സ്ഥലത്ത് നിന്നും പോവേണ്ടി വരും. അങ്ങനെ ഇവരുടെ ഫാമിലിയെ തന്നെ ഇവർക്ക് നഷ്ടാവും എന്നൊക്കെ തന്നെ ജീസസ് പറയുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ആ പാമ്പ് ഇവരുടെ കയ്യിലെ ആൽബം പിന്നെയും തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. അതെടുക്കാൻ വേണ്ടി ജൂഡിയും നിക്കും കൂടി അവന്റെ പിന്നാലെ ഓടും. ഇവരുടെ പിന്നാലെ ഇവരെ പിടിക്കാനായിട്ട് പോലീസും വരും. ആ പാമ്പ് നേരെ ഒരു കുഴലിലേക്കാണ് ചാടുന്നത്. ഒന്നും നോക്കാതെ നമ്മുടെ ജൂഡിയും ചാടി, അവളെ രക്ഷപ്പെടുത്താൻ നിക്കും ചാടി. അങ്ങനെ ആ കുഴലിലൂടെ പോകുമ്പോൾ പാമ്പിന് പ്രത്യേകിച്ച് ശ്വാസം മുട്ടൊന്നുമില്ല, പക്ഷെ ഇവർക്ക് നല്ലവണ്ണം ശ്വാസം മുട്ടി. അങ്ങനെ കിട്ടിയ ഒരു എക്സിറ്റ് വഴി നമ്മുടെ നിക്ക് ജൂഡിയും കൊണ്ട് നേരെ പുറത്തേക്ക് ചാടുവാണ്. പാമ്പ് ആ ഒരു കുഴലിലൂടെ അപ്പുറത്തോട്ട് തെറിച്ചു പോകുന്നുണ്ട്. എന്തായാലും ഇവര് വന്ന് നിന്ന സ്ഥലം ഒരു മൗണ്ടൈന്റെ താഴെയായിരുന്നു. ആ പാമ്പിന്റെ ബാഗ് ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നേരെ ആ ബാഗ് തുറന്നു നോക്കുമ്പോൾ ഹണിമൂൺ ലോഡ്ജ് എന്ന് പറയുന്ന ഒരു ലോഡ്ജിലെ തീപ്പെട്ടി ഇവർ കാണുകയാണ്. ഈ ലോഡ്ജ് എവിടെയാണെന്ന് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് രണ്ട് വരയാടുകൾ അവിടെ വരും. ദേ ഈ മലയുടെ പൊക്കത്തിലായെന്ന് അവര് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സോ അവിടേക്ക് എങ്ങനെ പോകാൻ പറ്റും, ദേ ഈ കയറ് പിടിച്ച് പോയാൽ മതിയെന്നും ആ ആടുകൾ പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെ ജൂഡിയും നിക്കും നേരെ ആ കയറും പിടിച്ച് മുകളിലേക്ക് കയറി പോകുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ജൂഡിയുടെ ഒരു ക്യാരറ്റ് റെക്കോർഡർ പെൻ ഉണ്ടല്ലോ, അതിൽ അവള് മുമ്പ് എന്നെ ഒന്നും കൊള്ളാത്തതാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യവും പറഞ്ഞ് നിക്ക് അവളെ ഇങ്ങനെ കളിയാക്കി. ഇടയ്ക്ക് വെച്ച് ഇവർ അടി കൂടിയപ്പോ ആ പെൻ വീണ് പൊട്ടുകയും ചെയ്തു. അവൾക്കത് ഭയങ്കര വേണ്ടപ്പെട്ടൊരു സാധനമായിരുന്നു. പക്ഷെ അവൾക്ക് വിഷമമുണ്ട്, എന്നാൽ അവളത് മുഖത്ത് കാണിക്കാതെ നേരെ മുകളിലേക്ക് കയറിപ്പോയി. പക്ഷെ പോലീസുകാര് ഇവരെ തിരക്കി വരുമ്പോ ഇത് കണ്ട് ഇവർ ഇതിന്റെ മുകളിലുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യാണ്. അങ്ങനെ ജൂഡി ആ ലോഡ്ജില് തെരഞ്ഞു
പറഞ്ഞു നടക്കുന്നതിന്റെ ഇടയിൽ ഒരു മുറി കാണും. ആ റൂമിനകത്ത് ഒരുപാട് ന്യൂസ് പേപ്പർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വായിച്ച് ജൂഡിക്ക് ഒരു കാര്യം മനസ്സിലായി. ശരിക്ക് എബനേസർ ലിൻസ്ലി അല്ലായിരുന്നു സൂട്ടോപ്പിയ കണ്ടുപിടിച്ചത്. ആഗ്നസ് എന്ന് പേരുള്ള ഒരു പാമ്പായിരുന്നു. ഈ പാമ്പിന്റെ ആരെങ്കിലും ആയിരിക്കും ഇവർ ഈ ബുക്ക് എടുത്തുകൊണ്ട് പോയ പാമ്പ് എന്നുള്ളത് നമ്മുടെ ജൂഡിക്ക് മനസ്സിലായി. ഈ സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരണം എന്ന് ജൂഡി പറയുമ്പോൾ പക്ഷെ നമ്മുടെ ജീവൻ ഇപ്പൊ ആപത്താ, ജീവൻ കൊടുത്ത് ചെയ്യാൻ മാത്രം നമുക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് നിക്ക് പറയുന്നുണ്ട്. പക്ഷെ അവളത് കേൾക്കാൻ തയ്യാറായില്ല. പോലീസുകാർ ഇവിടെ വന്ന് കയറിയതും പെട്ടെന്ന് തന്നെ ഈ ഹോട്ടൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ തുടങ്ങാണ്. ജൂഡി ഇവിടെ നിന്ന് താഴോട്ട് വീഴാൻ തുടങ്ങുമ്പോഴേക്ക് ആ പാമ്പ് ഇവളെ വന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നിക്ക് പോലീസുകാരുടെ കയ്യിൽ അകപ്പെട്ടു. നമ്മുടെ ജൂഡിയെ ആ പാമ്പ് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. ശരിക്കും ഈ പാമ്പിന് ഒരു സഹായം ഉണ്ടായിരുന്നല്ലോ. അത് ആരാണെന്ന് ഇപ്പോഴാണ് റിവീൽ ആവുന്നത്. നമ്മുടെ പോപ്പേർട്ട് ആയിരുന്നു. അതായത് നേരത്തെ നമ്മുടെ ജൂഡി പരിചയപ്പെട്ട ആള്. ഇപ്പൊ നമ്മുടെ നിക്ക് പോലീസ് കസ്റ്റഡിയിലും ജൂഡി ഇവരുടെ കൂടെയാണുള്ളത്. നിക്ക് കാരണം അറസ്റ്റിലായിട്ടുള്ള കുറെ ആളുകള് ഇവനെ കണ്ട് ജയിലിൽ വെച്ച് കണ്ടിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ ഈ പാമ്പിനെ നമ്മുടെ ജൂഡി പരിചയപ്പെടാണ്. പാമ്പിന്റെ പേര് ഗാരി എന്നായിരുന്നു. ഗാരിക്ക് ആ ബുക്ക് ആവശ്യം എന്തിനാണെന്ന് വെച്ചാൽ അവന്റെ ഫാമിലിയെ പറ്റി ഇതിലാണ് പറയുന്നത്. അവന്റെ ഫാമിലി സൂട്ടോപ്പിയയിൽ ഉണ്ടായിരുന്നതാണെന്ന് ഇവന് മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കാൻ ഒരേ ഒരു മാർഗം ഇതാണ്. പോപ്പേർട്ടുമായിട്ട് എങ്ങനെയാണ് പാമ്പ് ഗാരി പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ബുക്ക് എനിക്കൊന്ന് വായിക്കണം എന്ന് പറഞ്ഞ ലിൻസ്ലി ഫാമിലിക്ക് നമ്മുടെ ഗാരി കത്തയച്ചപ്പോ അത് കണ്ടത് പോപ്പേർട്ടായിരുന്നു. പോപ്പേർട്ടിന് ഓൾറെഡി അവന്റെ ഫാമിലിക്ക് ഒരു വിലയില്ല. അപ്പൊ അവൻ ഇവരെ സഹായിക്കാനായി വന്നു. അങ്ങനെ ഇവർ കമ്പനി ആയതാണെന്നാണ് ജൂഡിയുടെ അടുത്ത് നമ്മുടെ ഗാരി പറയുന്നത്. ഈ പുസ്തകത്തിന്റെ പുറം ചട്ട മെറ്റൽ വെച്ചുണ്ടാക്കിയതാണ്. ഇത് പാമ്പുകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. സോ ഇത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഇവന്റെ ഫാമിലിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മുടെ ഗാരിയുടെ മുത്തുമുത്തശ്ശിയായിട്ടുള്ള ആഗ്നസ് ആണ് ശരിക്കും സൂട്ടോപ്പിയ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഫിനാൻഷ്യൽ ആവശ്യത്തിന് എബനേസർ ലിൻസിയുടെ ഹെൽപ്പ് ചോദിച്ചപ്പോ അയാള് ഈ ക്രെഡിറ്റ് മുഴുവൻ ഏറ്റെടുത്ത് ഒരു ആമയെ കൊന്നു. എന്നിട്ട് പാമ്പാണ് ആമയെ കൊന്നത്, പാമ്പുകൾ ഒരിക്കലും ഇവിടെ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് റെപ്റ്റൈൽസിനെ ഇവിടെ നിന്ന് ഒഴിവാക്കി വിട്ടു. സൂട്ടോപ്പിയ തന്നെ അയാളാണ് ഫൗണ്ട് ചെയ്തത് എന്നുള്ള രീതിയിൽ ആ പുസ്തകം എടുത്തു വെച്ചു. ഇതിന്റെ ഒറിജിനൽ പാറ്റന്റ് ശരിക്കും ആഗ്നസിന്റെ ആണെന്നുള്ള രീതിയിൽ ഒരു പേജ് ഇപ്പോഴും പണ്ട് ഇവർ താമസിച്ചിരുന്ന സ്ഥലത്തുണ്ട്. അവിടെ പോയത് കണ്ടുപിടിച്ച് എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുക്കണം. ഇതാണ് ജൂഡിയും ആൾക്കാരും കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മുടെ നിക്ക് ആവട്ടെ എല്ലാവരുടെയും കളിയാക്കലുകൾ കേട്ട് നോക്കുമ്പോൾ നിബും അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ആ സുഹൃത്തെ, നീ ഇപ്പോഴാണോ വന്നേ, എവിടെ അവൾ എന്ന് ചോദിക്കുമ്പോൾ അവള് ആ പാമ്പിന്റെ കൂടെയാണ്, എനിക്കറിയില്ല അവള് സേഫ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിക്ക് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. കാരണം ജൂഡിയുടെ അടുത്ത് അവനൊരു ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ. എന്നാൽ നമ്മുടെ നിബ് ബീവർ ആണല്ലോ, അതുകൊണ്ട് അവൻ കയ്യിലുള്ള മരത്തടി ഒരു കീ പോലെ ആക്കിയിട്ട് ഇവിടെയുള്ള ഈ സെല്ല് തുറന്ന് നമ്മുടെ നിക്കിനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അത് കൂടാതെ അവിടെ ഉണ്ടായിരുന്ന സകല ക്രിമിനൽസും രക്ഷപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. ഇവരെ ഇവിടെ നിന്ന് കടക്കാൻ വേണ്ടി പോലീസ് വരുമ്പോഴേക്കും കടക്കാൻ വേണ്ടി നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ഒരു സ്ലോത്ത് ഉണ്ടായിരുന്നല്ലോ, അവന്റെ വണ്ടി കൂടെ വിളിച്ച് ഇവർ നേരെ അവിടെ പോന്നു. ജൂഡിയും കൂട്ടരും എവിടെയാണുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവർക്ക് ഒരു വഴിയില്ല. എന്നാൽ നമ്മുടെ ജൂഡിയും ടീമും ആണെങ്കിൽ ആ ഒരു ബുക്ക് വായിച്ചതിൽ നിന്ന് എവിടെയാണ് ഒറിജിനൽ പാറ്റന്റ് പേപ്പർ ഉള്ളതെന്ന് കണ്ടുപിടിച്ചു. നേരെ അവിടേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഇവരെ അവിടെ എത്തുമ്പോഴേക്ക് ഇവര് മാപ്പ് ഇട്ടാണ് പോയത്. സോ ജൂഡിയുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് പോലീസും പിറകെ വന്നിട്ടുണ്ടായിരുന്നു. ഇവരിപ്പോ എത്തിയിരിക്കുന്നത് ഈ ഒരു സൂട്ടോപ്പിയയിലെ തന്നെ ഏറ്റവും അവസാനം ഒരു വെതർ വോൾ ഉണ്ട്. ഈ വെതർ വോൾ എന്ന് പറയുന്നത് ഈ സൂട്ടോപ്പിയയിലെ വെതറിനെ കൺട്രോൾ ചെയ്യുന്ന സ്ഥലമാണ്. സോ അതിന്റെ ഒരു ഓൾഡ് ലോഡ്ജ് ഉണ്ട്, ഒരു ടവർ. ആ ടവറിന്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ പോലീസുകാർ വന്ന് ഇവളെ മയക്കുപിടി വെക്കുമ്പോഴേക്കും നമ്മുടെ നിക്കും ടീമും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജൂഡി ഇവരെ രക്ഷപ്പെടുത്താണ്. ആ ഒരു ഓൾഡ് ടവറില് ഒരു പ്രത്യേകമായ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ഈ ഒരു റീജിയനിൽ ഒരു ഭാഗത്ത് ലൈറ്റ് കത്തും. ആ ലൈറ്റ് കത്തുന്ന ആ ഒരു സ്ഥലമായിരുന്നു പണ്ട് ഗാരിയുടെ ഫാമിലിയൊക്കെ ജീവിച്ചിരുന്നത്. അങ്ങനെ ഇവർ അവിടെ പോയിട്ട് ആ ഒരു ലൈറ്റ് കത്തുന്ന ഭാഗം കണ്ടുപിടിച്ചു, ലൈറ്റ് കത്തിച്ചു, ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചു. സോ അപ്പൊ വെച്ചിട്ട് ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. ഈ പോപ്പേർട്ടിന്റെ സ്വഭാവം മാറാണ്. ശരിക്കും ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പോപ്പേർട്ട് ഇവരുടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നത്, അല്ലാതെ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ആ ലൊക്കേഷൻ കണ്ടുപിടിച്ചതും നമ്മുടെ ഗാരിയുടെ വിഷം നിറച്ചൊരു കുപ്പി പോപ്പേർട്ടിന്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ച് അവൻ ജൂഡിയെ കുത്തി, എന്നിട്ട് നമ്മുടെ ഗാരിയെ തണുപ്പത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇതില് സർവൈവ് ചെയ്യാൻ പറ്റില്ല ഗാരിക്ക്. എന്നിട്ട് ഗാരിയുടെ കയ്യിലുള്ള ആന്റി വെനവും എടുത്ത് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നിബ് ഇവനെ കണ്ടതും നിബിനെയും ആ വിഷം വെച്ച് കുത്തി വെക്കുന്നുണ്ട്.
നമ്മുടെ പോപ്പറ്റിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ആ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഒറിജിനൽ ആയിട്ട് ആഗ്നസ് ആണ് ഇതെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ആ ഒരു പേപ്പർ നശിപ്പിച്ച് ഇവനും കഴിവുണ്ടെന്ന് ഫാമിലിയെ അറിയിച്ച് ഇവന്റെ ഫാമിലിയിൽ റെസ്പെക്ട് നേടിയെടുക്കാതായിരുന്നു കാര്യം. ഇപ്പൊ നമ്മുടെ നിക്കിനെ നേരിടുകയാണ് പോപ്പർട്ട്. അന്നേരം നമ്മുടെ നിക്കിന് ഏകദേശം കാര്യം മനസ്സിലായതുകൊണ്ട്, ഇവൻ ചതിയനാണെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മുടെ നിക്ക് അവനെ നേരിടുന്നുണ്ട്. ഇന്നേരം നമ്മുടെ ഗാരി ആണെങ്കിൽ എനിക്ക് ഇപ്പോഴാണ് റിയൽ ആയിട്ടൊരു ഫ്രണ്ടിനെ കിട്ടിയെന്ന് പറഞ്ഞ ജൂഡിയെ ഹഗ് ചെയ്യാണ്. ശരിക്കും ആ ഹഗ് ചെയ്യുമ്പോൾ നമ്മുടെ ജൂഡിക്ക് റിലീഫ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഗാരി എന്ന് പറയുന്നത് പാമ്പായതുകൊണ്ട് എല്ലാവരും ഇപ്പോഴും ഗാരിയെ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിക്കാണെങ്കിൽ പോപ്പർട്ടിന്റെ കയ്യിലുള്ള ആന്റി വെനം എടുത്തിട്ട് നമ്മുടെ ഗാരിക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. ഗാരി നേരെ അത് കൈ കിട്ടിയതും അത് ജൂഡിയുടെ മേലെ കുത്തിവെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജൂഡിക്കും ജീവൻ തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവരെല്ലാവരും ഒന്നിച്ചുണ്ട്. പക്ഷെ നമ്മുടെ പോപ്പർട്ട് അവിടെ ഒരു മഞ്ഞടിച്ചിൽ വന്നപ്പോൾ താഴെ വീണ് പോവാണ്. ഇവരെന്തായാലും രക്ഷപ്പെട്ടു. നമ്മുടെ ഗാരിക്ക് ഇനി ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ആ ഒറിജിനൽ പേപ്പർ കണ്ടുപിടിക്കണം, എന്നിട്ട് അതെല്ലാവരെയും കാണിക്കണം. ഇപ്പൊ ജീവൻ തിരിച്ചു കിട്ടി നമ്മുടെ ജൂഡിയും നിക്കും കൂടെ വീണ്ടും ഒന്നിച്ചപ്പോ അവർ പരസ്പരം ഒരുപാട് നാളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇവരുടെ സ്വഭാവത്തിൽ അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അവർ തുറന്നു പറയാണ്. ശരിക്കും അവര് ഡിഫറൻസിനേക്കാൾ ഉപരി അവർ തമ്മിൽ ഭയങ്കര മാച്ച് ഉണ്ടെന്ന് അവർക്ക് അന്നേരം മനസ്സിലാവുന്നുണ്ട്. പോപ്പർട്ട് ഇവിടെ എത്തുന്നതിന് മുമ്പ്, ആ ലൊക്കേഷനിൽ എത്തുന്നതിന് മുമ്പ് ഇവർക്ക് അവിടെ എത്തണമായിരുന്നു. പോപ്പർട്ട് നേരെ അവന്റെ ഫാമിലിയുടെ അടുത്ത് വന്ന് ഞാൻ നിങ്ങളെ ചതിക്കുമല്ലായിരുന്നു, ഞാൻ ആ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇനി നമ്മുടെ ഫാമിലിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എല്ലാവരും അറിയും എന്ന് പറഞ്ഞിട്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ അവിടെ ഓൾറെഡി ആ മേയർ നിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതോറിറ്റി പെട്ട ഒരാൾ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. പോപ്പർട്ട് നേരെ ആ ലൊക്കേഷനിൽ പോയിട്ട് ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ജൂഡിയും നിക്കും നേരെ വണ്ടിയൊക്കെ എടുത്തിട്ട് അവിടേക്ക് വരും. എന്നിട്ട് നമ്മുടെ പോപ്പർട്ടിനിട്ട് വേണ്ട പണിയെല്ലാം കൊടുക്കും. അവൻ ഈ ശരിക്കും പൂച്ചകളെയൊക്കെ നല്ല രസമായിട്ട് അവതരിപ്പിക്കുന്ന കുറെ ആനിമേഷൻ മൂവീസ് ഉണ്ട്. പക്ഷെ ഇതിലുള്ള റിയൽ വില്ലന്മാര് നമ്മുടെ പൂച്ചകളാട്ടോ. ഈ ലിൻസ്ലി ഫാമിലി ഫുള്ള് കള്ള പൂച്ചകളാണ്. അങ്ങനെ പോപ്പറിനെ അടിച്ചൊതുക്കിയിട്ട് ഇവര് നേരത്തെ കണ്ടുപിടിച്ച ആ ഒരു ലൈറ്റ് കത്തിയ ലൊക്കേഷനിലേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് നമ്മുടെ ഗാരി പറയുന്നുണ്ട്, ഒരുപാട് താങ്ക്സ്, എനിക്ക് ഇപ്പോഴാണ് റിയൽ ആയിട്ട് ഫ്രണ്ട്സ് എന്താണെന്ന് മനസ്സിലാവുന്നതെന്ന്. ഈ ഒരു സ്ഥലത്ത്, ആ ലൈറ്റ് കത്തിയ സ്ഥലത്തായിരുന്നു പണ്ട് നമ്മുടെ ഗാരിയുടെ ഫാമിലി ജീവിച്ചിരുന്നത്. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ ശരിക്കും ഭൂമിക്കടിയില് വലിയൊരു ഒരു സിറ്റി തന്നെ ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ്. നമ്മുടെ ഗാരിക്ക് ഒരുപാട് ഹാപ്പിനെസ് തോന്നുകയാണ് അവന്റെ ഫാമിലിയുടെ പണ്ടത്തെ ആ ഒരു നാടൊക്കെ കാണുമ്പോൾ. അങ്ങനെ നമ്മുടെ ഗാരിയുടെ കുടുംബ വീട് ഇവർ കണ്ടുപിടിച്ചു. അതിനകത്തുള്ള ഫാമിലി ട്രീയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട്. മുത്തശ്ശിയുടെ കയ്യിൽ ഒരു ചെപ്പ് ഉണ്ടായിരുന്നു. ആ ചെപ്പിനകത്തായിരിക്കാം കാര്യങ്ങളെന്ന് നോക്കി ഇവർ ആ ചെപ്പ് എടുക്കാനായി പോകുമ്പോൾ പോപ്പർട്ട് പിന്നെ അവിടെ വരും. പക്ഷേ പോപ്പർട്ടിനെ പിടിക്കാനായിട്ട് അപ്പോഴേക്കും പോലീസ് വരും. ശരിക്കും ഇവർ കണ്ടുപിടിക്കാൻ വന്ന ആഗ്നസ് ആണ് സൂട്ടോപ്പിയയുടെ ഫൗണ്ടർ എന്നുള്ള ആ ഒരു പേപ്പർ ഇവർക്ക് കിട്ടും. അങ്ങനെ ലിൻസ്ലി ഫാമിലി തന്നെ ഇപ്പൊ ഈ ഒരു പവറിന് അധികാരപ്പെട്ടതല്ല, അർഹതയില്ലാത്തവരാണെന്ന് കണ്ടുപിടിക്കും. ശരിക്കും ഇവിടെ റെപ്റ്റൈൽസിനും പാമ്പുകൾക്കും ഒക്കെ ജീവിക്കാനായിട്ട് അർഹതയുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ സൂട്ടോപ്പിയയിലെ ജനങ്ങൾ ഇതെല്ലാം അംഗീകരിക്കും. വീണ്ടും നമ്മുടെ ജൂഡിയും നിക്കും ഹീറോസ് ആവും. ലിൻസ്ലി ഫാമിലി ആണെങ്കിൽ അറസ്റ്റിലോ ആവും. ഗാരിയുടെ ഫാമിലി ഒക്കെ തന്നെ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പി. അത് കൂടാതെ നിക്കിന് ജൂഡിയുടെ അടുത്തുണ്ടായിരുന്ന ആ ഒരു ഇമോഷൻ അവനിപ്പോ തുറന്നു പറയുന്നുണ്ട്. അവളത് അവളുടെ പുതിയ റെക്കോർഡർ പെന്നില് സേവ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി ജൂഡിന്റെയും നിക്കിന്റെയും പരിപാടി എന്താണെന്ന് അറിയാമോ? നേരത്തെ നിക്ക് കാരണം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന ക്രിമിനൽസ് ഉണ്ടല്ലോ, അവരെ കണ്ടുപിടിക്കാനായിട്ടുള്ള അടുത്ത സാഹസയാത്ര തുടങ്ങുന്ന ജൂഡിയെയും നിക്കിനെയും കാണിച്ചുകൊണ്ടാണ് സൂട്ടോപ്പിയ 2 ഇവിടെ അവസാനിക്കുന്നത്. സോ എവ്രി ടൈം നമ്മളെ നിരാശപ്പെടുത്താത്ത മൂവി ഫ്രാഞ്ചൈസിയായ സൂട്ടോപ്പിയ ഇത്തവണയും അത് പാലിച്ചിരിക്കുകയാണ്. ഒരു അടിപൊളി കിഡിലൻ സ്റ്റോറിയാണ്. സൂട്ടോപ്പിയ ഫാൻസിന് അറിയാം എപ്പോഴും നല്ല ത്രില്ലർ ആയിട്ടുള്ള മൂവീസ് ആയിരിക്കും ഇവർ കൊണ്ടുവരുന്നത്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. സോ കാണാനായിട്ട് മറക്കരുത് കേട്ടോ. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കഥയ്ക്കിടയിൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാതെ വന്നുവെങ്കിൽ കമന്റ്സ് ആയിട്ട് പറയാം. സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെച്ചേക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവീസ് ഏതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുകൂടി കമന്റ്സ് ആയിട്ട് പറയാം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ ബൈ.